സദ്യവട്ടം ഒരുക്കണം, ഓണക്കോടി വാങ്ങണം, തിരുവോണം ഗംഭീരമാക്കണം, വിപണികൾ സജീവം, ഓണാഘോഷത്തിൽ മലയാളികൾ. വീണ്ടും മഴ വന്നു. ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പെയ്ത്ത് ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ ജാഗ്രത. രാത്രി യാത്രകൾക്ക് നിയന്ത്രണവുമുണ്ട്. കടലാക്രമണത്തിനും സാധ്യത. കാറ്റും ശക്തമാകും. ഇന്ന് വി.ഡി. സതീശൻ സർക്കാരിന്റെ 100ാം ദിവസം. അഭിമാനമായി ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള സുപ്രധാന നടപടികൾ. കേന്ദ്രവുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് മുഖ്യമന്ത്രി. ഗവർണറുമായി നല്ല ബന്ധം സൂക്ഷിക്കും. മുഖ്യമന്ത്രിയുടെ പ്രതികരണം CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. ചെന്നിത്തലയുടെ മകനും രാഷ്ട്രീയത്തിലേക്കോ? സാധ്യത തള്ളാതെ ആഭ്യന്തരമന്ത്രി. മകൻ തീരുമാനിക്കട്ടെ എന്ന് ന്യൂസ് 18 അഭിമുഖത്തിൽ പരാമർശം. മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് വരട്ടെ, സമയമുണ്ടല്ലോ എന്നും രമേശ് ചെന്നിത്തലയുടെ മറുപടി. അഭിമുഖം ഇന്ന് കാണാം. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം പുനഃപരിശോധിക്കണം. സർക്കാരുമായി കൂടിയാലോചന നടത്തിയില്ല. റെയിൽവേ ബോർഡ് വിഭജനത്തിൽ കടുത്ത അതൃപ്തി. മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ സംസ്ഥാനത്തിന് പ്രതീക്ഷ. മലപ്പുറം ജില്ലാ വിഭജനം വീണ്ടും ചർച്ചയാകുന്നു. മുസ്ലിം സംഘടനകൾ രംഗത്ത്. നീക്കം മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണ ആലോചനകൾക്ക് പിന്നാലെ. വിഭജന ആവശ്യം കാലപ്പഴക്കമുള്ളതെന്ന് മുസ്ലിം ലീഗ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പുതിയ ജില്ലകൾ രൂപീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് DFOയ്ക്ക് സ്ഥലം മാറ്റം. ജോസ് മാത്യുവിനെ മാറ്റിയത് ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന്. DFOയുടെ ചുമതല ഫോറസ്റ്റ് കൺസർവേറ്റർ രാജീവന്. ഭരണപരമായ മാറ്റമെന്ന് ഉത്തരവിൽ പരാമർശം. വീണ്ടും അമേരിക്കയുടെ ഭീഷണി. ഇറാനുമായി വാണിജ്യ ബന്ധമുണ്ടാക്കിയാൽ ഉപരോധം. ഇറാൻ തകരാൻ തുടങ്ങിയെന്നും ട്രംപ്. ഉപരോധത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. യുദ്ധപ്രഖ്യാപനമായി കരുതും. ഹോർമുസിലെ നിയന്ത്രണങ്ങളും കർശനമാക്കി. സമാധാന ചർച്ചകൾക്ക് അസിം മുനീർ ഇറാനിൽ തുടരുന്നു.